ഇതുവരെ വന്നില്ലേ? ഒന്നോടൊന്ന് വിളിച്ചു നോക്കിയ ടീച്ചറെ. ഞാൻ എത്ര വട്ടം വിളിച്ചു. കഷ്ടാണ്. വരൂട്ടാ. ടീച്ചർ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, ചിലപ്പോ കിട്ടിയാലോ. ഞാൻ വിളിക്കുമ്പോ അവരിപ്പൊ വരാന്നാ പറയണേ. ഇതിപ്പോ എന്താന്നറിയാമോ, ചിലരൊക്കെ കൊച്ചുങ്ങളെ ഇവിടെ കൊണ്ടുവന്നാക്കണത് അവരുടെ ശല്യം ഒഴിപ്പിക്കാനെന്ന മട്ടിലാണ്. രാവിലെ കൊണ്ടുവന്നാക്കുക, 3:30 വരെ ഒരു ശല്യം ഇല്ലല്ലോ, അവർക്ക് അവരുടെ പണി ചെയ്യാ. ടീച്ചർക്ക് ഇത് കഴിഞ്ഞ് മറ്റേ ഇതിന് പോകണ്ടേ, ഭവന സന്ദർശനത്തിന് പോകണ്ടേ? പിന്നെ പോണം. 2-3 ഗർഭിണികളെ കണ്ട് സംസാരിക്കാനൊക്കെ ഉണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഇനി അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവര് പ്രസവിക്കുന്നു തോന്നണേ. ഇന്നാണോ ഡേറ്റ് പറഞ്ഞേക്കണേ പ്രസവിക്കാൻ? ഒന്നും പോയായിരുന്നു. പക്ഷെ എന്നാ ഞാൻ വീട്ടിൽ പോക്കോട്ടെ ടീച്ചറെ. അവിടെ ഇരിക്കും, മോളും കൂടെ പോയിട്ട് പോവാ. ഈ ശമ്പളത്തിനൊക്കെ ഇത് കൂടുതൽ പണിയെടുക്കണത് എങ്ങനെയാണ്? അതിനിപ്പോ പണിയെടുക്കണ്ടല്ലോ, അവിടെ വെറുതെ ഇരിക്കല്ലേ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ ഇവിടെ പണിയെടുക്കണം, നിങ്ങൾ കാണുന്നില്ലേ? അതൊക്കെ കാണുന്നുണ്ട്. ഞാൻ അമിനോളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നാണ്. അപ്പൂപ്പനാണാ? ഇത് അപ്പൂപ്പനാണാ? എന്താണ് അപ്പൂപ്പ ഇത്ര വൈകിയത്? എന്റെ അച്ഛൻ വീട്ടിലില്ലേ? അതിന് അച്ഛൻ തന്നെ വന്നോന്ന് ഇവിടെ ഒരു നിർബന്ധം ഇല്ല. അമ്മ വന്നാലും പോരെ. അമ്മക്ക് വരാൻ പറ്റൂലെന്ന്. അതെന്താണ്? അമ്മക്ക് ഭയങ്കര തിരക്കല്ലേ. ഇതിനേക്കാളും വലിയ എന്ത് തിരക്കാണ്? സീരിയല് കണ്ടോണ്ടിരിക്കാണ്. ഈ സമയത്ത് എന്ത് സീരിയൽ കാണാനാണ്? പുനഃസംപ്രേഷണം എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു സീരിയലാണ്. പുനഃസംപ്രേഷണ സീരിയലല്ല, ഇന്നലെ കാണിച്ച ഒന്നുകൂടെ കാണിക്കണതാ. അതെ, അത് കണ്ടോണ്ടിരിക്കാണ്. അതെ, രാവിലെ മോളെ ഇവിടെ കൊണ്ടുവന്ന് ആക്കണതല്ലേ. വൈകുന്നേരം കൃത്യസമയത്ത് നിങ്ങൾ വന്നില്ലെങ്കിൽ അവളുടെ മനസ്സ് വിഷമിക്കൂലേ? അത്രയും നേരം കാണാതെ നിക്കല്ലേ കുട്ടി. അതുകൊണ്ട് നാളെ തൊട്ട് കൃത്യസമയത്ത് വന്ന് വിളിക്കണം. അമ്മയോടും അച്ഛനോട് പ്രത്യേകം പറഞ്ഞേക്കണം കേട്ടാ. അത് പറയാം. ചെല്ലിട്ടാ, നാളെ രാവിലെ വരണേ. ശുന്തിരിയായിട്ട് വരണോട്ടാ. ചെല്ല്. ടീച്ചറെ, ഉപ്പുമാവ് ഉണ്ടാ? ഉപ്പുമാവാ? ഉപ്പുമാവും കപ്പലാണ്ടും ഗോതമ്പൊക്കെ ഇവിടുന്ന് തരാറുണ്ട്. അതൊക്കെ സമയമാകുമ്പോ കൊടുത്തോളൂ. ചെല്ലിട്ടാ. അപ്പൂപ്പന്റെ മോള് ഉണ്ണി ബാബാ. പിന്നെ വാ, പുട്ടി ഇറക്കാം. എന്റെ ബാഗ് എടുത്താ? ഇല്ല. ടീച്ചറെ, മുട്ടിപ്പോയി. ടീച്ചറെ, കുഞ്ഞിട്ടു ആമീനെ കൂട്ടാൻ വന്ന്. അയ്യോ, ആമി ഇപ്പൊ പോയേ ഉള്ളൂ. ഒറ്റക്ക് വിട്ടോ ടീച്ചറെ? ഒറ്റയ്ക്കില്ല, ഇത്രയും നേരം ഞങ്ങള് കാത്തിരിക്കുന്നു ആരെങ്കിലും വരാൻ. അവസാനം അപ്പൂപ്പൻ വന്ന് കൊണ്ടുപോയി. അപ്പൂപ്പനാ? അപ്പൂപ്പന്റെ കൂടെ എന്ത് ധൈര്യത്തിൽ എന്റെ കുഞ്ഞിനെ വിട്ടത്? അല്ല, മോളും പറഞ്ഞ അപ്പൂപ്പനാന്ന്. അങ്ങനെ അപ്പൂപ്പന്റെ കൂടെ പോയി. അപ്പൂപ്പന്റെ മോള് എന്റെ ഭാര്യയല്ലായിരുന്നു. അല്ല, ഇന്നലെ ഉച്ചയോടെ വിട്ടു. ഇനി ഒരു ഇടപാടും ഇല്ല. അപ്പൂപ്പൻ ഡ്രാക്കുളി, മോളി യക്ഷിയാണ്. കുറെ കാലം എന്റെ രക്തം കുടിച്ച് ജീവിച്ചു. ഇനി പറ്റൂല, ഇനി നിൽക്കൂല ഞാൻ. നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് എന്റെ മോളെ അപ്പൂപ്പന്റെ കൂടെ വിട്ടത്? അല്ല, ഇത്രയും നേരമായിട്ട് വിളിക്കാൻ ആരെങ്കിലും വരണ്ടേ വീട്ടിൽ നിന്ന്? ഞാൻ വരും, ഞാൻ കൂട്ടാൻ വന്നില്ലേ? നിങ്ങയല്ലേ നാട്ടിലും വീട്ടിലും പെണ്ണുങ്ങടുത്തെല്ലാം വന്നിട്ട് വർത്താനം പറഞ്ഞ കണക്കെല്ലാം എടുത്തിട്ട് പോന്ന് ഇല്ലേ? നിങ്ങൾക്ക് എന്റെ കുടുംബ പ്രശ്നം അറിയണം. ഞാനെന്തിനാണ് അതൊക്കെ അറിയണേ? പിന്നെ എന്തിനാണോ അതിന് കണക്കെല്ലാം എടുത്തിട്ട് പോകുന്നത് നിങ്ങൾ അറിയണം. എനിക്കിനിയിപ്പോ അതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. ടീച്ചറെ, വൈകുന്നേരം 5 മണിന്റെ ഉള്ളിൽ കുഞ്ഞിനെ എന്റെ വീട്ടിലെ കൊണ്ടാക്കിയിട്ടെങ്കിൽ കോടതി കയറി ഇറങ്ങേണ്ടി വരും. പറഞ്ഞേക്കാം, 5 മണിന്റെ ഉള്ളിൽ. വെറുതെ ഒന്നും വിടൂല. എന്തൊരു കട്ടാണത്. ഇതാരാണ്? ആരാ ടീച്ചറെ? ICDS ഓഫീസിൽ നിന്നാ. ഹലോ. സാറേ, ഞാൻ വരും. ശരി. എന്ത് പറ്റി? അടുത്ത ചൊവ്വാഴ്ച ബ്ലോക്ക് ഓഫീസിൽ കളക്ടർ വരുന്നുണ്ട്. അതിന് ആളെ കൂട്ടണം. അംഗനവാടി വർക്കർമാരെന്തായാലും ചെല്ലണോന്ന്. ഇതെന്തൊക്കെ ചെയ്യും ഞാനിനി? ഇനിയിപ്പോ പോണ വഴി ആ ജംഗ്ഷനിലെ കടയില് മെമ്പർ കൊണ്ടുപോയിട്ട് ഗ്രാമസഭയുടെ നോട്ടീസ് വെച്ചിട്ടുണ്ട്. അതെടുത്ത് എല്ലാവർക്കും കൊടുക്കണം. അതെന്തിനാണ് അവിടെ കൊണ്ട് വെച്ചേക്കണേ? അത് എന്റെ കയ്യിൽ നേരിട്ട് തരാൻ വന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കൊടുത്ത പൈസ ഞാൻ ചോദിക്കൂലേ, അത് കാരണം. അതെ, ടീച്ചർ ഒന്ന് ഇവിടെ നിന്നോ, ഞാനേ പൊക്കോട്ടെ. അതല്ല, നീ ഒരു കാര്യം ചെയ്യണം. എന്താ അറിയാമോ, എനിക്ക് 2-3 സ്ഥലത്തൊക്കെ പോവാനില്ലേ. നീ ആ ആമിയുടെ വീട്ടിൽ ചെന്നിട്ടേ ആ കൊച്ചിനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് റെഡിയാക്കി അയാളുടെ കൂടെ. എനിക്ക് അവളുടെ വീടൊന്നും അറിയാൻ പാടില്ല, ഒന്ന് പോയേ. ഞാൻ പോവാണേ. നീ പോയിക്കോ, നിക്കാൻ പറഞ്ഞാലും നിക്കൂലല്ലോ. പിന്നെ
ഇതിപ്പോ എങ്ങോട്ട് ആദ്യം പോവും? കൊച്ചിന്റെ വീട്ടിൽ പോവോ, ഗ്രാമസഭയുടെ നോട്ടീസ് എടുക്കാൻ പോവോ, കളക്ടറെ കാണാൻ ആൾക്കാരെ കൂട്ടാൻ പോവോ? എവിടെ നടക്കുകയാണ് ഇവിടെ? എവിടെ ചെന്ന് അന്വേഷിക്കാനാണ്? വരുമ്പോ വരട്ടെ. ചേട്ടാ, എവിടെ തെണ്ടി തിരിഞ്ഞ് നടക്കുകയാണ് നീ? ഇത് എന്തോരം വിളിച്ചത് ഞാൻ? എനിക്ക് കോളൊന്നും വന്നില്ലല്ലോ. ആ, നിനക്ക് കോളൊന്നും വരൂല. അമ്മക്ക് സുഖമില്ല. എന്താണ്? ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോയി. അപ്പൊ പ്രഷർ അടിച്ചാണ്. ഒരു ഇഞ്ചക്ഷൻ ചെയ്തിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല ഇപ്പൊ. എടി 3:30 നീ അംഗൻവാടി അടക്കണല്ലേ? നീ എവിടെ തെണ്ടി നടക്കണത്? ചേട്ടാ, ഈ നോട്ടീസ് കൊടുക്കണ്ടേ? എന്തിന്റെ നോട്ടീസ്? ഗ്രാമസഭയുടെ. നീയല്ലേ പറഞ്ഞ കഴിഞ്ഞ 2-3 ഗ്രാമസഭയുടെ നോട്ടീസ് കൊടുത്തിട്ട് ഒന്നും തന്നില്ല, ഇനി കൊടുക്കണില്ലാന്ന്. അത് അവര് ഉടനെ തരുമെന്ന് പറഞ്ഞു. ആര്? പഞ്ചായത്തുനിന്ന്. ഒരു 150 രൂപ എടുക്കാൻ നിന്റെ പഞ്ചായത്തിലില്ലേ? ഈ റോഡും കലിങ്കൊക്കെ പണിയണോടൊന്ന് കൃത്യമായിട്ട് കമ്മീഷൻ പ്രസിഡന്റും സെക്രട്ടറി മെമ്പറും ഒക്കെ ആളാം വീതം മേടിക്കണ്ടല്ലോ. ഇത് കാട്ടിക്കളയല്ലേ ഗ്രാമസഭ? ഇത് മല മറിക്കണ പോലെയാണ് ഇതിലങ്ങോട്ട് പങ്കെടുത്താല്. ആ, എന്താടി? ആണാ? അയ്യോ, ഞാൻ മേടിച്ചില്ല. ആ ആ ആ ആ ശരി എന്നാ. ദീപേണ്. എന്തേ? അതെ, സമ്പുഷ്ട കേരളം പദ്ധതി എന്നും പറഞ്ഞ പുതിയൊരു പദ്ധതി ഉണ്ടെന്ന്. അപ്പൊ എന്താണ്, ഇനി വീട്ടിലും കിടത്തൂല്ലേ? പകലാ കിട്ടണല്ലോ, ഇനി രാത്രിയും പോകേണ്ടി വരുമോ? എന്നാ ഇത് അങ്ങനെയല്ല, ഞങ്ങൾക്ക് സ്മാർട്ട് ഫോൺ ഫ്രീ ആയിട്ട് തരും. എടി, ഏതെങ്കിലും കമ്മിന്റെ വിൽക്കാതെ കിടന്ന സാധനങ്ങൾ നിങ്ങളുടെ തലയെ കെട്ടി വെക്കെ ആയിരിക്കുള്ളൂ. എന്നിട്ട് അത് ഓണറേറിയത്തിൽ നിന്ന് കട്ട് ചെയ്യോ അതിന്റെ പൈസ? നീ കേറ് വാ. അവിടെ അമ്മ സൂര്യ. അതല്ലേ ഈ വീട്ടിലും കൂടി കൊടുത്തേക്കട്ടെ എന്നാ. നാളെ കൊടുക്ക. നിങ്ങൾ വന്നേ. ഇന്നിപ്പൊ കൊടുത്താ കഴിഞ്ഞല്ല. ശല്യാണ്. ടീച്ചറെ ഒന്നവിടെ ടീച്ചർ എന്ത് പണിയാ കാണിച്ചേ? എന്താണ്? ഈ ഗ്രാമസഭ കൂടുന്ന വിവരെ നോട്ടീസ് കൊടുത്ത് അറിയിക്കേണ്ടത് അംഗനവാടി ടീച്ചർമാരല്ലേ? ആ, ഞാൻ നോട്ടീസ് കൊടുക്കുമായിരുന്നു. കൊടുക്കായിരുന്നു. കഴിഞ്ഞ 2 പ്രാവശ്യം ഗ്രാമസഭ കൂടിയത് ഞാൻ അറിഞ്ഞില്ലോ. എനിക്ക് നോട്ടീസ് കിട്ടിയില്ലോ. അയ്യോ, നോട്ടീസ് ഞാൻ വീട്ടില് കൊണ്ടുവന്നായിരുന്നു. എനിക്ക് തന്ന അല്ല, കഴിഞ്ഞ തവണ ഞാൻ അവിടെ വന്നപ്പോ അവിടെ ആരും ഉണ്ടായില്ല. അപ്പൊ ഞാൻ ആ ഗേറ്റിന്റെ ഉള്ളിൽ കൂടി നോട്ടീസ് ഇട്ടിട്ടുണ്ടായി. അങ്ങനെയാണോ ചെയ്യേണ്ടത്? അതാണോ നിങ്ങളുടെ ജോലി? നോട്ടീസ് ഞങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന് തരണ്ടേ? അതിനല്ലേ സർക്കാർ നിങ്ങൾക്ക് പൈസ തരുന്നത്? ചേട്ടാ, ഞങ്ങൾക്ക് അങ്ങനെ പൈസ ഒന്നും കിട്ടണില്ല. അപ്പൊ പൈസ കിട്ടാത്ത ദേഷ്യത്തിന്റെ നോട്ടീസ് കൊണ്ടുവന്ന് ചുരുട്ടിട്ട് അങ്ങോട്ട് അകത്തേക്ക് അറിയാം. സുധേട്ട, ഇനി പ്രശ്നം ഉണ്ടാക്കണ്ട. നീ 2-3 നോട്ടീസ് അങ്ങോട്ട് കൊടുക്ക്. വെറുതെ തന്നെ പൊട്ടം കളിപ്പിക്കരുത്. കഴിഞ്ഞ പോയ ഗ്രാമസഭയുടെ നോട്ടീസ് ഇപ്പൊ എനിക്ക് കിട്ടിയിട്ട് എന്താ കാര്യം? അല്ല, ഇനി മേലാലുണ്ടാവൂല. അവര് അത് ബുദ്ധിമുട്ട് നടക്കുകയല്ലേ ചേട്ടാ, അതാണ്. അതെ, അങ്ങനെയല്ല. ഒരു ജോലി ചെയ്യുമ്പോ അതിന് ഉത്തരവാദിത്വം വേണം. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പറയേ. അംഗനവാടി ടീച്ചർ അവൻ ഇഷ്ടം പോലെ കുട്ടികളുണ്ട് ഇവിടെ ജോലിയില്ലാതെ. ഈ ഗ്രാമസഭ കൂടുന്നതിന്റെ പ്രാധാന്യം എന്താണെന്നറിയോ ടീച്ചർക്ക്? ഈ ഗ്രാമസഭ കൂടുമ്പോൾ വേണം ഞങ്ങളെ പോലുള്ള ഓരോ പൗരന്മാർക്കും ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ. ഈ റോഡിന്റെ അവസ്ഥ പറയാൻ, വെള്ളമില്ലാത്തത് പറയാൻ, കറണ്ട് ഇല്ലാത്തത് പറയാൻ, അത്തരം അവസരങ്ങളാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്. അതിന്റെ ഗൗരവം എന്താ മനസ്സിലാക്കാത്ത ടീച്ചർ? അല്ല, ടീച്ചറിന്റെ മെക്കിട്ട് കയറിയിട്ട് എന്താ കാര്യം? അതൊക്കെ മെമ്പറോട് പറഞ്ഞാ പോരെ? മെമ്പറിനോട് പറയാച്ച അതിനല്ലേ ഉത്തരവാദിത്തപ്പെട്ടവരെ ഏൽപ്പിക്കണത്. ചേട്ടാ, ഇനി അങ്ങനെ ഉണ്ടാവൂല. ഇത് ഇത്തവണത്തെ ഗ്രാമസഭയുടെ നോട്ടീസാ. അതിനെ ചേട്ടൻ കയ്യോടെ മേടിച്ചോ. ഇവിടുന്ന ഇങ്ങനെ വഴിയിൽ വെച്ച് തരാൻ വേണ്ടിയിട്ടാണോ സർക്കാർ നിങ്ങൾക്ക് 150 രൂപ തരുന്നത്? ഇതെന്റെ വീട്ടിൽ കൊണ്ടുവന്ന് തരണം. മേലെടുത്ത് സുഖതെന്ന് ചോദിച്ചാൽ മതി, ആരും പറഞ്ഞു തരും. അറിയാലോ, അവിടെ കൊണ്ടുവരിക, എന്നിട്ട് എന്റെ കയ്യിൽ തരാ. അപ്പൊ അറിയുമ്പോ ഞാൻ ഗ്രാമസഭയ്ക്ക് വരും. അപ്പൊ ചേട്ടൻ ഇത്തവണത്തെ അറിഞ്ഞിട്ടില്ല? അറിഞ്ഞു. അങ്ങനെ അറിഞ്ഞിട്ട് വരാനല്ലോ. അതിനാണോ ഈ നോട്ടീസ് കൊടുത്തയക്കുന്നത്? അവനവൻ ചെയ്യേണ്ട ജോലികൾ ചെയ്യാ. കൃത്യമായിട്ട് എനിക്ക് നോട്ടീസ് കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. സുഖതനോടെ കളി. കിട്ടിയാലും ഇപ്പൊ കണ്ണി കണ്ടവന്റെ വായിലിരിക്കണത്. സമയത്ത് കുടുംബത്തും കയറാതെ വെയിലും കൊണ്ട് തെണ്ടിത്തിരിഞ്ഞ് നടന്നിട്ട് 150 കുലുവയും കിട്ടി, വായിലിരിക്കണേം കേട്ട്. വാ വീട്ടിലേക്ക്. ഞാൻ ഇത് കൊടുത്തിട്ട് വരാം. മേടിച്ച് ഞാൻ കത്തിച്ച് ഞാൻ കളയുള്ളൂ. ഞാനുള്ളൂ കൊടുത്തിട്ട് വരാം. ഒരു ടീച്ചർ നടക്കണം, പിള്ളേരുടെ അപ്പിയും കോരണം, ഉപ്പാവും ഉണ്ടാക്കണം, വായിലിരിക്കണം കേൾക്കണം. ഒന്ന് വാടിയും കാട്. ഒരു കുടുംബത്തിക്ക് അന്തി പാതരാവണ നേരത്ത് കേറി കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട്
വായ നിറച്ച് തിന്നും കുടിച്ചൊരു കൂസലില്ലാണ്ട് ഇറങ്ങി അങ്ങോട്ട് പോവുക ആമിക്കങ്ങള് ഉളുപ്പുണ്ടാവിറ്റക്ക്. ഇത് ഇന്നലെയും തുടങ്ങിയ കളിയപ്പത് ആണോ? ഈ ദുനിയാവ് ഉണ്ടായ മുതലുള്ള കളിയാ. എന്നാ അത് ചോദിക്കാനും പറയുന്ന ഒരാളുണ്ടോ? ഒരു രാഷ്ട്രീയക്കാരും ഇല്ല, ഉസ്താദുമാരും ഇല്ല ഇവിടെ ചോദിക്കാനും പറ്റാനോട്. ആമിക്കങ്ങള് അല്ല അത് വൈകിട്ട് അതിപ്പോ എന്റെ കുടുംബത്തിൽ കയറിയുള്ള കളിക്കൊക്കെ വൈകിട്ട് അതിന് തന്നെ എപ്പോഴും ഇത് മേടിച്ചോണ്ടെന്നേക്കണോ? ഇത് മേടിച്ചോണ്ടെന്നേക്കുന്ന അതിന് തന്നെയാണ്. ഇനി ഒന്ന് കാണട്ടെ. എവിടുന്ന് കാണുന്നു കാമിക്ക? എന്താ പറ്റണ സ്വഭാവം വെച്ചോ? ഇതാ കൊണ്ടെന്നപ്പോ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ അങ്ങനെ പാറി കളിച്ച് നടന്നായിരുന്നാ. ഇതാ കണ്ടോ ഒരൊറ്റെണ്ണത്തിനെ കാണാനില്ല എന്നുള്ളപ്പോഴേ. അപ്പൊ എന്താ ബുദ്ധി പറ്റണേ? പോയി കയ്യത്താർത്തോർത്താണല്ലോ പറ്റട കടിക്കല്. കറണ്ടാണ് ഇന്ന കൊല്ലാനാ വന്നേക്കണേ. ആരാണ്? അംഗനവാടിയിലെ ടീച്ചറാണ്. എന്ത് പാടിയത്? അംഗനവാടിയേ, അംഗൻവാടി ടീച്ചറാണ്. അതിന് ഇവിടെ കുട്ടികളൊന്നും ഇല്ലല്ലോ. അതല്ല, ഞാൻ സെൻസസ് എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ വെച്ചിണ്ടോ? ഞാൻ ഇവിടെ ഇരുന്നോട്ടെ. പിന്നെന്താ? ഇങ്ങോട്ട് ഇരുന്നോളി, ഇങ്ങോട്ട് ഇരുന്നോളി. അതിനിപ്പോ എന്താണ്? ഇങ്ങോട്ട് കയറി കുത്തിരിക്കും. അല്ല എന്തപ്പ ഈ അന്തിപാതര നേരത്തെ ഇറങ്ങി നടക്കണ? എനിക്ക് ചോദിക്കാനും പറയാനൊന്നും ആൾക്കാരൊന്നും ഇല്ലേ? അത് ഞാൻ സെൻസസ് എടുക്കാൻ വേണ്ടി ഇറങ്ങിയതല്ലേ. അംഗൻവാടി പൂട്ടി കഴിഞ്ഞിട്ടല്ലേ വരാൻ പറ്റുള്ളൂ. പടച്ച റബ്ബേ, അപ്പൊ ഈ നേരം വരെ അംഗൻവാടി ഉണ്ടോ? അതല്ല ഇക്ക, വൈകുന്നേരം അംഗൻവാടി പൂട്ടും. ഈ സെൻസസ് എടുത്തിട്ടേ ഞങ്ങൾക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ കൊടുക്കണം. അത് നേര്. അപ്പൊ വൈകുന്നേരം അല്ലേ പറ്റുള്ളൂ. അതാണ്. അഥവാ ഒന്ന് കുത്തേ കടിക്കേ ചെയ്തച്ച് മൈൻഡ് ആക്കണ്ടാട്ടോ. അത് അല്ല, കൊതുകേ അതിന്റെ ഒരു ശല്യം ഇപ്പൊ പൊതുവെ ഇവിടെ ഉണ്ട്. ഞാൻ ഇപ്പൊ മാന്തി കൊണ്ടിരിക്ക. അതിനപ്പൊ ഇത് കരുതിയേക്കണ ഇവിടെ. അതവിടെ ഇരുന്നോട്ടെ. അപ്പൊ ഇരുന്നോട്ടെ, ഇവിടെ ഇരുന്നോട്ടെ. അതല്ല, ഇപ്പൊ ഇക്കടെ പേരൊന്ന് പറയാമോ? എന്റെ പേരോ? എന്റെ പേര് കോയാന്നാണ്. കോയക്കുട്ടി എന്നും പറയും. എത്ര വയസ്സായി? കൃത്യം അങ്ങനെ പറഞ്ഞാലിപ്പോ റബീഉൽ അവ്വല് 18-നാണ് എന്റെ ജനനം. വെള്ളിയാഴ്ചയാണ് തോന്നുന്നത്. അതല്ല ഇക്ക, വർഷം അറിയണം. അത് എനിക്ക് കറക്റ്റ് വർഷം പറഞ്ഞുതരാൻ പറ്റും. നമ്മുടെ ഊത്രാളിക്കാവ് പൂരം. പൂരത്തിന്റെ അന്ന് തീവണ്ടി വന്ന് തട്ടിട്ട് 10-13 ആൾക്കാർ അങ്ങോട്ട് മയ്യത്തായത്. ആ ഒരു ഇത് ഓർമ്മ ഉണ്ടോ എനിക്ക്? ഓർമ്മല്ലേ? എന്നാ ഈ കുടുങ്ങി. ആധാർ കാർഡ് ഉണ്ടാ? ആധാർ കാർഡോ? അതൊക്കെ ഉണ്ട്. അപ്പൊ അതെനിക്ക് തരുമോ? ആധാർ കാർഡ് അങ്ങനെ ചോദിച്ചാ കൊടുക്കരുതെന്നാ പറഞ്ഞേക്കണേ. എന്നാ വീട്ടും പേരൊന്ന് പറയാമോ? വീട്ടുപേരൊക്കെ പറഞ്ഞാലാ ഇതിപ്പോ. കക്കരിയാരക്കര വീട്ടിൽ പടിഞ്ഞാറത്തറ. എന്താണ് കക്കരിയാരക്കര വീട്ടിൽ പടിഞ്ഞാറത്തറ? ഇത് ഞാൻ എപ്പോ ടൈപ്പ് ചെയ്തിട്ട് വീട്ടിൽ പോകാനാണ്? കല്ലാസ് എടുത്തിട്ട് അതിന് എഴുതിക്കോ. അങ്ങനെയല്ല, ഇതില് ടൈപ്പ് ചെയ്തിട്ട് ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യണം, എന്നിട്ട് അത് മലയാളത്തിലാക്കിയിട്ട് ഇതിൽ കേറ്റണം. അത് മലയാളത്തിന് എഴുതി തീർക്കാൻ കുടുംബക്കാരനായ എക്ക് 1.5 മണിക്കൂർ വേണം. ഇംഗ്ലീഷിൽ എഴുതിയിട്ട് അത് മലയാളത്തിൽ വരണം എന്ന് പറഞ്ഞാല് ആധാർ കാർഡ് ഒന്ന് തരുമോ? എനിക്ക് ഇങ്ങനെ ഒന്ന് കാണിച്ചെന്നാ മതിയോ? മതി. അത് കണ്ടു കഴിയുമ്പോ പിന്നെ ഇങ്ങോട്ട് താഴെയൊന്നും പറയരുത്. എനിക്ക് വേണ്ട, എനിക്ക് സ്വന്തമായിട്ട് ആധാർ കാർഡ് ഉണ്ട്. അതെ, അത് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ അത് കളിയാക്കാനൊന്നും നിൽക്കരുത്. അല്ല, ഞാൻ പറയാ, അത് ഇനി പിന്നെ എനിക്ക് സംശയം ഉണ്ടാവും, ഇത് ഞാൻ തന്നെയാണോ അതിലിരിക്കണത് എന്ന്. ഇക്കന്നെ ഇതുവരെ മനസ്സിലായിട്ടില്ല അതിലിരിക്കണ ആരാണ്. അവര് തലയണ അങ്ങനെ കാര്യം വെച്ച മാതിരിയുള്ള വെള്ള തലയണ കാര്യം വെച്ച മാതിരിയാണ് ഇക്ക് തോന്നാറ്. കണ്ണൂല്ല, മൂക്കൂല്ല, തലയില്ല, കണ്ണൂല്ല, ഒന്നുമില്ല. ഞാനൊന്നും പറയൂല. അപ്പൊ കാണിച്ചുതരാ, കണ്ടാ എനിക്ക് മനസ്സിലാവും ആളാണോന്ന് തന്നെ സംശയമാണ് അതിലിരിക്കണത്. നോക്കട്ടെ. ഓരോരോ ഇടങ്ങൾ വേറെ മാറ്റി വളരെ ആരാണ്? ഞാൻ സെൻസസ് എടുക്കാൻ വേണ്ടിട്ട് വന്ന. ഇന്ന് നേരത്തോ?
അല്ല അത് അംഗൻവാടി പൂട്ടി കഴിഞ്ഞാലേ എനിക്ക് ഇറങ്ങാൻ പറ്റൂലേ. നിങ്ങൾ അംഗനവാടി ടീച്ചറല്ലേ? അതെ അതെ അതെ. എന്തിന് സെൻസസ് അത്? ഇത് സമ്പുഷ്ട കേരളം പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള സെൻസസ് ആണ്. അപ്പൊ ഇവിടുത്തെ ഇക്കാനോട് ഞാൻ കാര്യങ്ങളൊക്കെ ചോദിക്കായിരുന്നു. ഇക്കെന്താ പറഞ്ഞത്? അല്ല പേരും വീട്ടുപേരൊക്കെ. പേര് ഓക്കെ ആയിരിക്കും, വീട്ടുപേരെന്താ പറഞ്ഞേ? കക്കരിയാരക്കര വീട്ടിൽ പടിഞ്ഞാറേത്തറയെന്ന്. പഠിച്ചോനെ, അതൊന്നല്ല ഇവിടുത്തെ വീട്ടുപേര്. അതാ ഞാൻ പറഞ്ഞേ, വാപ്പ കുറച്ച് അത്തും പുത്തും വയ്ക്കണേ. വാപ്പ പറഞ്ഞൊക്കെ തെറ്റേക്കും. ഇത് KK വീട്ടിൽ നിന്നുള്ളൂ പറമ്പിന്റെ പേര്. അപ്പം പേരെന്താ? എന്റെ പേര് മൊയ്തു എന്നാണ്. അത് അഷ്റഫ് മൊഹിദ്ദീൻ മൊയ്തു എന്ന് വേണം കേട്ടോ. അഷ്റഫ് മൊഹിദ്ദീൻ മൊയ്തു. ഇതെന്താ ഈ ടൈപ്പ് ചെയ്യാനായിട്ടേ ഞാൻ പഠിച്ചു വരണേ ഉള്ളു. സത്യം പറഞ്ഞാൽ ഓരോ വീട്ടിലും ഞാൻ കൂടുതൽ സമയം എടുക്കണം ഇതിന് വേണ്ടിട്ടാ. അങ്ങോട്ട് തരും, ഞാൻ ടൈപ്പ് ചെയ്ത് തരാം. അല്ല ഇതിങ്ങനെ ഇംഗ്ലീഷിൽ എന്നിട്ട് മലയാളത്തിലേക്ക് ആക്കണല്ലേ? അതെനിക്കറിയാം. നിങ്ങൾ ഈ അംഗൻവാടിയിൽ പണി കഴിഞ്ഞിട്ട് അതിനൊക്കെ ഇറങ്ങണേ? എപ്പോഴാ നിങ്ങൾ പെരയിലെത്തുക? നിങ്ങളുടെ ഭാര്യയുടെ പേരും കൂടെ അതിലെഴുതോ? ഭാര്യ ഓളെ വീട്ടിലാ. ആണോ? അപ്പൊ എപ്പോ വരും? അതൊക്കെ എന്തിനാ നിങ്ങൾ അറിയണത്? നിങ്ങൾക്ക് ഇവിടെ ഉള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസ് വന്നാ പോരെ? അല്ലെ ഭാര്യ ഇപ്പൊ ഇവിടെ? ഭാര്യ വരൂല, ഭാര്യനെ അവിടെ കൊണ്ടാക്കിയതാ. ഇവിടെ ഞാനും പാപ്പയും മാത്രമേ ഉള്ളൂ, ഉമ്മയില്ല, ഭാര്യ ഇല്ല. ആധാർ കാർഡ്. പാപ്പാ പാപ്പാ, ഈ ഹാലാക്കൊക്കെയാണ് ഇപ്പൊ ഈ ആൾക്കാർക്ക് തെരഞ്ഞാ കിട്ടാത്തത്. ദന്റെ ഉണ്ട്, ഓന്റെ ഉണ്ട്, രണ്ടാളത്തുണ്ട്. ആ രണ്ടും കൂടി അതാ നിങ്ങൾക്ക് വേണ്ടല്ലോ അല്ലേ? വേണ്ട, സ്കാൻ ചെയ്ത. എന്തൊക്കെയാ നിങ്ങള് വീട്ടുപേര് പറഞ്ഞു കൊടുത്തേ? എന്താണ്? KK തൊടിന്നല്ല നമ്മളെ വീട്ടിന്റെ പേര്. അതിന് വേറെ എന്തൊക്കെയാ പറഞ്ഞു? ദുബായിന്ന് വന്നിട്ട് പേരുണ്ടാക്കിയ പേരല്ലോ അത്. ശരിക്കും എന്തെന്നാ പേര്? ഓൾക്ക് ഊത്രാളികാവ് പൂരം കൂടി അറിയാത്ത ആളാണ് ആയിരിക്കും. അയ്യോ ശരി, അപ്പൊ ഞാൻ പൊക്കോട്ടെ. ഞാൻ കൊണ്ടാക്കി തരാം, നിങ്ങൾ വരി. ആര് ഇജവിടെ കൊണ്ടാക്കണേ? ഞാൻ കൊണ്ടാക്കാം. അജ് കൊണ്ടാക്കണ അവിടെ കുത്തിരിക്ക്. അല്ല ഞാൻ തന്നെ പൊക്കോളാം. ഇജ് മര്യാദക്ക് മുണ്ടാകെ കുത്തിരുന്നോ? ഇജ് മേലാക്ക നീ അന്തിപാതിരക്കുള്ള ഇറങ്ങി നടപ്പിച്ച് നിർത്തിക്കോ. എന്റെ ഭർത്താവിനൊന്ന് ഞാൻ കാണട്ടെ. അങ്ങനെ അങ്ങോട്ട് പറയാണ്ട് പാപ്പ വരും. ഇജ് പായോ, ഞാൻ വരാം. ഓരോ ഇടങ്ങളുണ്ടാക്കി വെച്ചിട്ട് എന്ത് പണിയാത്? അങ്കമ്പാടിയും കുങ്കമ്പാടിയും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്റെ കയ്യിൽ മൊബൈലിൽ ടോർച്ചൊക്കെ ഉണ്ട്, ഞാൻ പോയിക്കോളാം. ഇജ്ജ് മുണ്ടായിരുന്നേക്ക. എനിക്ക് അറിയില്ല ഈ ലോകം എന്താന്ന്. ആ ജാതി വർത്താന പറഞ്ഞിട്ടുണ്ടാക്കുക ആൾക്കാർ. നടക്ക് നടക്ക് നടക്കാണ്.